ഗൾഫ് അവതരിപ്പിക്കുന്ന മെലഡി ബെൽസ് എന്ന സംഗീത പരിപാടിയിൽ അടുത്ത കാലത്ത് ശ്രദ്ധേയമായ ഒരു എപ്പിസോഡിൽ പ്രത്യക്ഷപ്പെട്ട കൊച്ചുപിടിക്കുകയാണ് അഭിരാമി അജിത്. ഫുജേറ സെന്റ് മേരീസ് കത്തോലിക് സ്കൂൾ ഗ്രേഡ് 1 പഠിക്കുന്ന അഭിരാമിയുടെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ നിരവധി ഇമെയിൽ സന്ദേശവും ഫോൺ കോളുകളും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അഭിരാമിയെ കുറിച്ച് കൂടുതൽ അറിയാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് 5.5 വയസ്സിൽ പാട്ടുപാടി ശ്രദ്ധേയ അഭിരാമിയെ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഞങ്ങൾ നൽകുകയാണ്. അഭിരാമിയുടെ മാതാപിതാക്കൾ ഈ അഭിമുഖത്തിൽ സംബന്ധിക്കുന്നു. ഗിന്നസ് ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെടുത്താൻ അഭിരാമിയുടെ അഭ്യുതകാംക്ഷികളാണ് 5.5 വയസ്സുകാരുടെ അസാധ്യ കഴിവുകൾ ഞങ്ങളെ ഇമെയിൽ വഴി അറിയിച്ചത്. അഭിരാമി പാടുകയാണ്. ഓർമ്മയിൽ 30-ലേറെ ഭാഷകളിലായി 500-ലധികം പാട്ടുകൾ. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഭാഷകൾ അഭിരാമി പാടിക്കൊടുക്കും. ദുബായ് കരാമ സെന്ററിൽ കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി പാടുന്ന അഭിരാമിക്ക് ഒട്ടേറെ ആരാധകരുണ്ട്. അഭിരാമി പ്രത്യേക സ്വഭാവക്കാരി കുസൃതിക്കാരിയുമാണെന്ന് അമ്മ രേഖ അജിത് പറഞ്ഞു. പാട്ട് കേട്ടാൽ ചില പാട്ട് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവള് അത് പാടി അത് കഴിഞ്ഞപ്പോ തന്നെ കുറച്ച് ലൈൻ്റെ ബീറ്റ്സ് പഠിച്ചിട്ടുണ്ടാവും. അത് അവള് ഇഷ്ടത്തോടെ അവൾക്ക് പാടാനും ഇഷ്ടമാണെന്നത് ഏത് സമയം പറഞ്ഞാലും റെഡിയായിട്ട് പാടും. അത് അവളെന്നെ ഇഷ്ടത്തെ കരോക്കെ എടുത്ത് പാടും, എല്ലാം ചെയ്യും. ഇഷ്ടമില്ല പാട്ട് ചിലത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഇപ്പൊ സ്റ്റേജിൽ ചെയ്യുന്നതുകൊണ്ട് കുറെ പാട്ടുകൾ വേണമല്ലോ. അപ്പൊ നമ്മള് സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ തന്നെ ഒരുപാട് സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കും. എല്ലാ ഭാഷകളും അറിയുന്ന ആദ്യത്തെ പാട്ടേതാ? ഇറ്റാലിയൻ ആയിക്കോട്ടെ. അത്ഭുതക്കുട്ടിയൊന്നുമല്ല അഭിരാമി എന്ന് പറയുന്ന പിതാവ് അജിത്. പക്ഷെ ഏത് കാര്യവും പെട്ടെന്ന് ഹൃദയസ്ഥമാക്കുന്ന കഴിവ് അഭിരാമിക്കുണ്ടെന്ന് അജിത് വെളിപ്പെടുത്തി. ചെറുപ്പത്തിലെ മോള് പാട്ട് ശ്രദ്ധിക്കുന്നതായിരുന്നു. പാട്ട് പാടുന്നത് കേൾക്കുന്നതും ആസ്വദിക്കുന്നതും. അത് പിന്നെ ചില പാട്ടുകൾ കേട്ടാൽ പാടാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ വായ്മ ഒച്ചയാകും. അങ്ങനെ ഇറ്റാലിയൻ പാട്ട് പാടിയാണ്. ഇനി ഏത് ഭാഷയിലെ പാടാൻ പോകും? ചൈനീസ് പാട്ട് പറയാം. പാട്ട് പാടുക മാത്രമല്ല ഓർഗൻ വായിക്കാനും അറിയുന്ന അഭിരാമി പക്ഷേ ഓരോ മൂടനുസരിച്ചാണ് പെരുമാറുക. ചിലപ്പോൾ എത്ര പറഞ്ഞാലും ഒന്നും ചെയ്യില്ല, മറ്റു ചിലപ്പോൾ പറയാതെ തന്നെ എല്ലാം ചെയ്യും. ഗൾഫില് ഇന്ത്യ പാകിസ്ഥാനിലൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ ആളുകളുടെ ആൾക്കാർക്ക് വരുന്നത് ഫിലിപ്പീനികളാണ്. അപ്പൊ ഫിലിപ്പീനിലെ പാട്ടുകൾ അറിയാമോ? അറിയാം. എങ്ങനെ പാട്ട് എങ്ങനെ പഠിക്കാതെ? എങ്ങനെ പഠിക്കാം? കേട്ട് പഠിക്കുന്നതോ? ഈ ഇത്രയും ലാംഗ്വേജ് ഇത്രയും ഭാഷ എങ്ങനെ പഠിച്ചത്? അമ്മയുടെ
സ്വന്തം. എങ്ങനെയാണ് പാട്ട് മ്യൂസിക് എങ്ങനെ കിട്ടുന്നത്? യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യാറുണ്ടോ? ഇതുവരെ ഏതൊക്കെ പാട്ടുകളാണ് പാടിയത്? Chinese, Italian, പിന്നെ അടുത്തതാ പാടാൻ പോകുന്നത് റഷ്യൻ. അപ്പൊ റഷ്യൻ പാട്ട് അടിപൊളിയായി പാടല്ലേ? ടൈറ്റാനിക് പാടുമ്പോ എങ്ങനെ ഇഷ്ടമാണോ? ടൈറ്റാനിക് പാടുമ്പോ കരയോ? അതുപോലെ അച്ഛനമ്മ പറഞ്ഞ് ടൈറ്റാനിക് പാടുമ്പോ കരയാറുണ്ട്. ശരിയാ? കരയാറില്ല? നമ്മുടെ മെലഡി ബൈറ്റ്സില് ടൈറ്റാനിക് പാട്ട് പാടി ഇംഗ്ലീഷ്, അതെല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ അച്ഛനും അമ്മയും പറയുന്നത് സ്പാനിഷ് ഭാഷയിൽ ടൈറ്റാനിക് അറിയാം. പാടി യൂട്യൂബിൽ അഭിരാമിയുടേതായി 150ഓളം ഗാനങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ അഭിരാമിയുടെ വിശേഷങ്ങൾ തേടി ഇമെയിൽ ചെയ്യുന്നു. ലോകത്തിലെ വിവിധ ഭാഷകളിൽ പാടിയ പാട്ടുകൾ ഇവർക്ക് അയച്ചു കൊടുക്കുന്നുമുണ്ട്. 5.5 വയസ്സിനുള്ളിൽ ഇങ്ങനെ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോലും അറിയപ്പെടുന്ന ബാലികയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി അഭിരാമി. അഭിരാമിയെ സംബന്ധിച്ച ഈ റിപ്പോർട്ട് ഞങ്ങൾ നൽകുന്നത് അത്ഭുത ബാലിക എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ ഓരോ കുഞ്ഞിനും അവരുടേതായ കഴിവുകൾ ഉണ്ടെന്നും അത് കണ്ടെത്തി വികസിപ്പിക്കണമെന്നുള്ള ഒരു വസ്തുത അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. കഴിവില്ലാത്തവരായി ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ ജനിക്കുന്നില്ല. പക്ഷേ എന്താണ് കുഞ്ഞിൽ നിർലീനമായി കൊണ്ടിരിക്കുന്ന പ്രാഗൽഭ്യമെന്ന് വളരെ ചെറുപ്പം തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അത് വളർത്തിയെടുക്കുകയും വേണം. ഏത് മേഖലയിൽ ഒന്നാമനാകാൻ ആ മേഖലയിൽ മുഴുകണം എന്നത് സാധാരണ തത്വമാണെങ്കിലും അതിനൊരു അസാധാരണത്വം കൂടിയുണ്ട്. വളരാനും വികസിക്കാനുമുള്ള നമ്മുടെ താല്പര്യം സമൂഹവും കുടുംബവും എല്ലാം പ്രോത്സാഹിപ്പിക്കണം. ഇന്നത്തെ കുട്ടികൾക്ക് മതിയാവോളം പ്രോത്സാഹനവും പിന്തുണയും നമ്മുടെ വ്യക്തികളും കുടുംബവും സമൂഹവും നൽകുന്നുണ്ട്. പക്ഷെ കുറച്ച് വലുതാകുമ്പോൾ കുട്ടിക്കാലത്ത് പ്രകടിപ്പിച്ച കഴിവുകൾ താനെ മുമ്പടയുന്നു. ഇത് മലയാളികളായ കുട്ടികളിലാണ് കൂടുതലായി കാണുന്നതെന്ന് ഒരു മനഃശാസ്ത്ര ഡോക്ടർ പറയുകയുണ്ടായി. കുട്ടികൾ കുറച്ച് വലുതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണോ അതോ കുട്ടികളിൽ വളരുന്തോറും കഴിവുകൾ കുറയുന്നതാണോ? മലയാളികളായ മിടുക്കികളും മിടുക്കന്മാരും ഓരോ മേഖലയിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പരമാവധി പ്രോത്സാഹനം ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നത് ആഹ്ലാദകരമായ അനുഭവമാണ്. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം.